വജ്രം അധ്യായം 24. കെന്നഡിയുടെ കാറിന്റെ പിന്നാലെ ആ ലോറി പോകുന്നത് കണ്ടപ്പോൾ വെറുതെയാണെങ്കിലും യമുനയുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. അവൾ ബംഗ്ലാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ നോക്കി. ആ കോൺസ്റ്റബിൾമാർ ഇരുവരും കാർ ഷെഡിന് മുന്നിലെ കസേരകളിലിരുന്ന് പുകവലിക്കുകയാണ്. മുത്ത് കാർപ്പറ്റ് പോലെ പതുപതുത്ത പുല്ലിൽ പന്ത് തട്ടിക്കളിക്കുന്നു. ഇളം കാറ്റിൽ റോസുകളുടെ സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. യമുന ബംഗ്ലാവിലേക്ക് ചെന്നപ്പോൾ വയ്യാതിരുന്ന കാലുമായി സഞ്ജയ് സ്വീകരണമുറിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യമുന അയാളെ അവഗണിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങി. ആ കെന്നഡിക്ക് എന്താണ് അറിയേണ്ടിയിരുന്നത്? അയാൾ ചോദിച്ചു. യമുന പെട്ടെന്നൊരു മറുപടി പറയാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ആശങ്കയോടെ സഞ്ജയ് നോക്കി. അയാൾ എന്തിനാണ് വന്നത്? അമ്മാവനെ കാണാൻ, യമുന പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താണ് അകത്തേക്ക് വരാതിരുന്നത്? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മാവനോട് പറയേണ്ട കാര്യം സഞ്ജയിനോട് പറഞ്ഞാൽ മതിയോ? അവൾ ഈർഷ്യ പ്രകടമാക്കി. എന്താണ് അയാൾക്ക് ഡാഡിയോട് പറയാനുണ്ടായിരുന്നത്? അത് അയാളോട് തന്നെ ചോദിക്കണം. ഞാൻ എങ്ങനെ അറിയാനാണ്? സഞ്ജയ് യമുനയെ തറപ്പിച്ചു നോക്കി. പിന്നെ അയാൾ എന്താണ് ഇത്രയും സമയം സംസാരിച്ചത്? അനിയനെന്നെ ചോദ്യം ചെയ്യുകയാണോ? സഞ്ജയിന്റെ മുഖത്തെ ഭാവം മാറി. ചേട്ടത്തിക്ക് ഞങ്ങളോടാണോ കൂറ്, അതോ നമ്മുടെ ശത്രുവായ കെന്നഡിയോടോ? ഞാൻ ഒന്നും അറിയാത്ത വിഡ്ഢിയാണെന്ന് കരുതരുത്. അനുജന് എന്തറിയാമെന്നാണ് അവൾ ചോദിച്ചു. അയാൾ തറപ്പിച്ചു നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. എന്തായാലും എന്റെ ഭർത്താവിനെ കൊല്ലാൻ ഞാൻ ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല. ഉണ്ടെന്ന് തോന്നുന്നോ സഞ്ജയിന്? സഞ്ജയിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യുകയാണല്ലേ? അല്പം കഴിഞ്ഞവൻ ചോദിച്ചു. എപ്പോൾ മുതലാണ് ഞങ്ങളും നിങ്ങളുമായത്? യമുന ചോദിച്ചു. എന്നെ ഈ വീട്ടിൽ ഒറ്റപ്പെടുത്താനായിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനു തടഞ്ഞു? സഞ്ജയ് അവളെ തറപ്പിച്ചു നോക്കിയ ശേഷം മുറിവേറ്റ കാൽ വലിച്ചു വെച്ച് തന്റെ മുറിയിലേക്ക് നടന്നു. സഞ്ജയ് മുറിയിലെത്തി വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ യമുന മുന്നിൽ നിൽക്കുന്നു. ഞാനും എന്റെ മോളും അധികപ്പറ്റായി സഞ്ജയിനെ തോന്നിത്തുടങ്ങിയിരിക്കുന്നു അല്ലേ? യമുന ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ചേട്ടത്തെ എഴുതാപ്പുറം വായിക്കുകയാണ്, സഞ്ജയ് പറഞ്ഞു. രക്ഷപ്പെട്ട അർജുൻ ഇനി ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്നറിയാമോ? സഞ്ജയ് അത് കേട്ട് ഞെട്ടലോടെ ചേട്ടത്തിയെ നോക്കി. ആരെയാണ്? എന്നെ. എന്തിന്? ചുമ്മാ പാഴ്വാക്ക് പറയാതെ. അയാൾ സഞ്ജയിനും അമ്മാവനും വേണ്ടിയല്ലേ മയക്കുമരുന്ന് കടത്തിയത്? അതൊക്കെ പഴയ കഥകളാണ്. അതെ, പഴയ കഥയിൽ നിന്നാണ് പുതിയത് തുടങ്ങുന്നത്. കെന്നഡിയും ഗീതയുമാണ് അവന് സപ്പോർട്ട് നൽകുന്നത്. കെന്നഡിയും പോലീസും അയാളെ പിടിക്കുമെന്ന് പറയുന്നതല്ലാതെ പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ അയാൾക്കെന്താണ് പ്രസക്തി? അത് ഗവനിക്കാതെ യമുന ചോദിച്ചു. ജയിലിൽ പോകുമ്പോൾ അർജുൻ ഒരു കാമുകിയുണ്ടായിരുന്നോ? സഞ്ജയിന് ഓർക്കാപ്പുറത്തൊരു ഷോക്കുണ്ടായതുപോലെ തോന്നി. അനു എന്നൊരു പെണ്ണുമായി അയാൾ അടുപ്പത്തിലായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ആ അനു അർജുന്റെ മകനെ പ്രസവിച്ചിട്ടുണ്ടെന്നറിയാമോ? നടുക്കം മറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഞാനെന്തിന് ഇതൊക്കെ അന്വേഷിക്കണം? എനിക്കറിയില്ല. ആരാ ഇതൊക്കെ പറഞ്ഞത്? അർജുൻ തന്നെ. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതാണ് അവളുടെ മാനം. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെങ്കിൽ അസാധാരണമായ മനക്കരുത്ത് വേണം. അത് നമ്മളെപ്പോലുള്ളവർക്ക്. അവൾക്കൊക്കെ തൊലിക്കെട്ടിയുണ്ടാകും. കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് അവൾക്ക് തന്നെ നിശ്ചയമുണ്ടാവില്ല. ഷട്ടപ്പ്. അയാൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് യമുന മുരണ്ടു. അവൾ ഇതുവരെ കാത്തിരുന്നത് അർജുന് വേണ്ടിയാണ്. സ്വന്തം കുഞ്ഞിനെ അനാഥരാക്കിയവരോടും അതിന്റെ അമ്മയെ ഇത്രയും കാലം മാനസികമായി പീഡിപ്പിച്ചവരോടും അയാൾ ക്ഷമിക്കില്ല. അയാൾ മുത്തിനെ അച്ഛനില്ലാത്തവളാക്കി. ഇനി അമ്മ കൂടി ഇല്ലാത്തവളാക്കിയാലോ? സഞ്ജയ് മറുപടി പറയാതെ അസ്വസ്ഥനായി കൈകൾ കൂട്ടിത്തിരുമി. അത്താഴ സമയത്ത് ജയപ്രകാശ് യമുനയോട് പറഞ്ഞു. മോളെ, അർജുൻ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മോൾക്ക് ഭയമാണെങ്കിൽ നമുക്ക് കുറെ നാൾ എസ്റ്റേറ്റിൽ പോയി താമസിക്കാം. സഞ്ജയിനും അതൊരു വിശ്രമമാകും. എനിക്കും ഈ കേസുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മാറി താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒക്ടോബറിലാണ് നമ്മുടെ കേസ് വീണ്ടും വിചാരണയ്ക്ക് വരുന്നത്. 4-5 മാസമുണ്ട്. കേസിന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജെയിൻ നോക്കിക്കൊള്ളും. അല്പം നാൾ എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്നത് മോൾക്കും നല്ലതാണ്. എന്താ മോളുടെ അഭിപ്രായം? യമുന ജയപ്രകാശിനെയും സഞ്ജയിനെയും നോക്കി. സഞ്ജയ് ഭക്ഷണം ചവച്ചുകൊണ്ട് അവളെ നോക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മോൾ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. ഇവൻ എന്തെങ്കിലും വിടുവാ പറഞ്ഞെങ്കിൽ അത് ക്ഷമിച്ചു കളയി. ഇവൻ വിവരമില്ലാത്ത എടുത്തുചാട്ടക്കാരനാണെന്ന് മോൾക്കറിയില്ലേ? മോളും മുത്തും പോയാൽ പിന്നെ എനിക്ക് ഒന്നിനും ശക്തിയുണ്ടാവില്ല. മരിച്ചതിന് തുല്യമാകും എന്റെ ജീവിതം. ജയപ്രകാശിന്റെ ശബ്ദം ആർദ്രമായി. ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. സമ്പാദിച്ചതൊന്നും ഞാൻ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല. എല്ലാം എന്റെ മക്കൾക്കാ. ജയപ്രകാശ് ഇപ്പോൾ കരയുമെന്ന് തോന്നി. യമുനയുടെ മനമലിഞ്ഞു. നമുക്ക് ഈ വീട് വിട്ടു പോകണമെങ്കിലും
കെന്നഡിയുടെ അനുവാദം വേണ്ടേ? അവൾ ചോദിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർക്കല്ലേ നമ്മുടെ സെക്യൂരിറ്റിയുടെ ചുമതല? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മോൾ സമ്മതിച്ചാൽ മാത്രം മതി, ജയപ്രകാശ് പറഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ തടങ്കലിലാണല്ലോ ഡാഡി, സഞ്ജയ് ചോദിച്ചു. കെന്നഡിയോട് ചോദിക്കാതെ ഈ സിറ്റി വിട്ടു പോകാൻ പോലും പാടില്ല. അയാളെ ഞാൻ സ്ഥലം മാറ്റാൻ പോവുകയാണ്, കാസർഗോഡേക്ക്. പഠിക്കട്ടെ. അതുപോരാ, നമ്മളെ ദ്രോഹിച്ചതിന് അവൻ കഠിനമായി അനുഭവിക്കണം. അവന്റെ ജോലി പോകണം. തൊപ്പിയില്ലാത്ത അവസ്ഥ കൂടി അവനെന്നറിയണം. എന്നിട്ട് വേണം എനിക്കവനെ നേരിട്ട് കണ്ട് കണക്കുകൾ തീർക്കാൻ. സഞ്ജയന്റെ ശബ്ദത്തിൽ പകയുണ്ടായിരുന്നു. ഭക്ഷണം അവസാനിപ്പിച്ച് യമുന എഴുന്നേറ്റു. മുത്ത് നേരത്തെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ലോറി എന്നെ പിന്തുടരുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പലപ്പോഴും അതെന്നെ ഇടിച്ചു തെറിപ്പിക്കാൻ പാകത്തിൽ പാഞ്ഞു വന്നു. കെന്നഡി പറഞ്ഞപ്പോൾ ഗീത അമ്പരപ്പോടെ കേട്ടിരുന്നു. പിന്നെ ഞാനതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതടുത്തടുത്ത് വരാൻ വേണ്ടി കാത്തുകിടന്നു. അപ്പോഴത് എന്റെ കാറിനെ കടന്നുപോയി. ഡ്രൈവറെ കൂടാതെ തൊപ്പിവെച്ച ഒരാൾ അതിലുണ്ടായിരുന്നു. ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അത് മറ്റൊരു റോഡിലേക്ക് കടന്നു മറഞ്ഞു. അതിന്റെ നമ്പർ ഏതാണ്? ഗീത ചോദിച്ചു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഞാനത് മറന്നുപോയി. ശ്രദ്ധിക്കണം, അപകടം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അവൾ ഉപദേശിച്ചു. കെന്നഡിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന ചിന്ത തന്നെ അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി. ജയപ്രകാശ് അത് പറഞ്ഞതിന് ശേഷമായിരുന്നു അത്. താൻ മറ്റാരുടെയും കാര്യത്തെക്കാൾ കൂടുതലായി ഗീതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കെന്നഡിക്കും തോന്നി. താൻ അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുമാണിപ്പോൾ ജയപ്രകാശിന്റെ ശത്രുക്കൾ, കെന്നഡി പറഞ്ഞു. ഗീത പുഞ്ചിരിച്ചു. ഹോസ്പിറ്റൽ വിടട്ടെ, ഞാൻ അർജുന്റെ കാമുകയെ കണ്ടുപിടിക്കും. എനിക്കും ധാരാളം ചെയ്ത് തീർക്കാനുണ്ട്. ഗീതയ്ക്ക് ഇനിയും ഭയം തോന്നുന്നില്ലേ? എന്തിന്? ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ ശക്തനായവൻ കൂടെയുണ്ടല്ലോ. ആര്? ഗീത കെന്നഡിയെ നോക്കി ശിരസിളക്കി, ഒരു കുസൃതിച്ചിരിയോടെ. കെന്നഡി ആദ്യം കാണുന്ന കൗതുകത്തോടെ അവളെ നോക്കി. ഞാൻ ഒളിച്ചുവെച്ച ഒരു രഹസ്യം പറയട്ടെ? പറയാതിരുന്നത് ശരിയായില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഗീത അയാളെ നോക്കി. പറയൂ. ഇന്നലെ മരിയയോടൊപ്പം വന്ന പർദ്ദക്കാരി അർജുൻ ആയിരുന്നു. റംലത്ത്? അത് ഞാൻ അന്നേരം പറഞ്ഞാൽ പോലീസിനെ അയച്ച് അറസ്റ്റ് ചെയ്യും. അപ്പോൾ അയാൾ കരുതും ഞാൻ ഒറ്റക്കൊടുത്തതാണെന്ന്. അതുകൊണ്ടാ പറയാതിരുന്നത്. സോറി. എന്നെ വിശ്വസിച്ച അയാളെ ചതിക്കുന്നത് ശരിയല്ലല്ലോ. അവളുടെ മുഖത്തെ വിഷമം കണ്ട് അയാൾ ചിരിച്ചു. അയാളെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അത് അർജുനാണെന്ന് എനിക്കറിയാമായിരുന്നു. അത് കള്ളമല്ലേ എന്ന അർത്ഥത്തിൽ അവൾ അയാളെ നോക്കി. വിശ്വാസം വരുന്നില്ല അല്ലേ? അർജുന്റെ ഇടത്തെ കണങ്കയിൽ ഒരു മറുകുണ്ട്. അതെങ്ങനെ കൃത്യമായിട്ടറിയാം? ഗീത ചോദിച്ചു. ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. ഗീതയ്ക്കത് പുതിയ അറിവായിരുന്നു. അവൾ കെന്നഡിയെ മിഴിച്ചു നോക്കി. വിധി എന്നെ IPS കാരനാക്കി, അവനെ കൊലയാളിയാക്കി, കെന്നഡി പറഞ്ഞു. ആ വളയിട്ട കൈകൾ കാണുമ്പോൾ തന്നെ സ്ത്രീയുടെ കൈയല്ലെന്നറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തില്ല? പോലീസ് അയാളെ എല്ലായിടത്തും തിരയുകയായിരുന്നില്ലേ? ഞാൻ അവനെ അറസ്റ്റ് ചെയ്താൽ ഗീത പറഞ്ഞതുപോലെ താൻ ഒറ്റിക്കൊടുത്തതാണെന്നവൻ തെറ്റിദ്ധരിച്ചേക്കും. അതുകൊണ്ട്, കെന്നഡി പറഞ്ഞു. അവൾ അയാളെ തറപ്പിച്ചു നോക്കി. അയാൾ പുഞ്ചിരിച്ചു. അവളുടെ കൺപോളകളിൽ ലജ്ജയുടെ മിന്നലാട്ടമുണ്ടായി. സഞ്ജയിനും ബ്രൂട്ടസും കാത്തിരിക്കുകയായിരുന്നു. വീരരാഘവക്കുറുപ്പ് ജീപ്പിൽ നിന്നിറങ്ങി ഉത്സാഹത്തോടെ പറഞ്ഞു. എല്ലാം റെഡി. നേരോ? എങ്ങനെ വീട്ടിൽ കയറിപ്പറ്റി? സഞ്ജയ് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. കുറുപ്പ് ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. ഇനി നമുക്ക് മുസ്തഫയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കണം. പത്രം വായിച്ച് ജനങ്ങൾ ഞെട്ടണം. ഈവനിംഗ് എഡിഷനിൽ പത്രം അടിക്കാൻ തുടങ്ങുന്ന സമയമായി. ബ്രൂട്ടസ് വാച്ചിൽ നോക്കി. അയാൾ ഫോണെടുത്തു. ഹിന്ദുസ്ഥാൻ ടുഡേയുടെ ഈവനിംഗ് എഡിഷന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ഫോൺ മണിയടിച്ചു. വല്ലപ്പോഴുമൊക്കെ മുഖപ്രസംഗം എഴുതുന്നതിനായി ഫിലിപ്പ് ചുമാർ അവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പോഴും അദ്ദേഹമാണ് അവിടെയുണ്ടായിരുന്നത്. യെസ്, ഹിന്ദുസ്ഥാൻ ടുഡേ ഈവനിംഗ് ഡെയിലി. ചുമാർ അറ്റൻഡ് ചെയ്തു. ഡെപ്യൂട്ടി കമ്മീഷണർ ജോൺ കെന്നഡിയുടെ വീട്ടിൽ നാർക്കോട്ടിക് പ്രിവന്റീവ് സ്ക്വാഡിന്റെ റെയ്ഡ്. 10 ലക്ഷം രൂപയുടെ ബ്രൗൺ ഷുഗർ പിടിച്ചു. കെന്നഡി അറസ്റ്റിൽ. വാർത്ത കേട്ട് ചുമ്മാർ നടുങ്ങിപ്പോയി. നിങ്ങൾ ആരാണ്? അദ്ദേഹം ചോദിച്ചു. വേഗം ന്യൂസ് അടിക്കടോ. സംശയമുണ്ടെങ്കിൽ പോയി അന്വേഷിക്ക്. ലൈൻ കട്ടായി. ചുമ്മാർ സ്തബ്ധനായി ഇരുന്നു പോയി. കെന്നഡി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ താമസിച്ചു പോയി. ഗീത അന്ന് ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലേക്ക് പോരുന്ന ദിവസമായിരുന്നു. ഊണ് കഴിഞ്ഞ് ധൃതിയിൽ പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്ന് 2-3 ജീപ്പുകൾ വരുന്നത് ജനലിലൂടെ കണ്ടത്.
ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റേതാണെന്ന് മനസ്സിലായി. മറ്റൊന്ന് വിജിലൻസ് സൂപ്രണ്ടിന്റേത്. രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടി എന്തിനിവിടെ വന്നിരിക്കുന്നു? കെന്നഡി അന്താളിച്ചു പോയി. പെട്ടെന്ന് ഫോൺ മണിയടിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. കെന്നഡി, നിങ്ങളുടെ വീട്ടിലിപ്പോൾ റെയ്ഡ് നടക്കും. യമുനയുടെ ശബ്ദം. അവരിവിടെ എത്തിക്കഴിഞ്ഞു. ഓ ഗോഡ്, യമുന നിലവിളിച്ചു. ഇനി നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്തിനാ റെയ്ഡ്? നിങ്ങളുടെ വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബ്രൗൺ ഷുഗർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആ സ്ഥലം കൃത്യമായി അവർക്കറിയാം. അവരത് കണ്ടെടുക്കും. ആ നിമിഷം നിങ്ങൾ കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരനാകും. മൈ ഗോഡ്! കെന്നഡിയുടെ ദേഹമാകെ വിറയിലുണ്ടായി. എവിടെയാണത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ നിങ്ങളെ എനിക്ക് സഹായിക്കാനാവില്ല. നിങ്ങളുടെ വിധി ഞാൻ ദൈവത്തിനെ വിടുന്നു. യമുന ഫോൺ കട്ട് ചെയ്തു. ഡോർബെൽ ശബ്ദം യുദ്ധത്തിലെ ആദ്യത്തെ വെടിയച്ച പോലെ കെന്നഡിയുടെ കാലുകളിലൂടെ കടന്നുപോയി. കാലുകൾക്കടിയിൽ നിന്ന് തറ ഇളകി പൊടിഞ്ഞു പോകുന്നു. അധ്യായം 25. തന്നെ അവർ ചതിയിൽ കുടുക്കിയിരിക്കുന്നു. കെന്നഡി വിയർത്തൊഴുകി. അറസ്റ്റിലായാൽ താൻ ഇതുവരെ നിലനിർത്തിയ അന്തസ്സും അഭിമാനവുമെല്ലാം തകർന്നു വീഴും. ഡിപ്പാർട്ട്മെന്റിലും നാട്ടുകാരുടെ മുന്നിലും താൻ അപഹാസ്യനാകും. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരും കാണുകയില്ല. ഡോർബെൽ വീണ്ടും ശബ്ദിച്ചു. എവിടേക്ക് ഓടി ഒളിക്കണമെന്നറിയാതെ കെന്നഡി പരിഭ്രാന്തനായി ചുറ്റും നോക്കി. ഈ വീട്ടിൽ എവിടെയാണ് ശത്രുക്കൾ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആരാ മോനെ അത്? അമ്മ ഡൈനിങ് റൂമിൽ നിന്ന് വന്നു. ഒപ്പം റോസ്മേരിയും ഉണ്ടായിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ അമ്മയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ആരൊക്കെയാ മോനെ അത്? നീയെന്താ നിന്ന് വിറയ്ക്കുന്നത്? കെന്നഡി നഷ്ടപ്പെട്ട മനസാന്നിധ്യം വീണ്ടെടുത്തു. അമ്മേ, ഇന്നിവിടെ ആരാ വന്നിരുന്നത്? ആര് വരാൻ? ആരും വന്നില്ല. അമ്മ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും വരുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ആരും വന്നില്ല മോനെ. ഉണ്ടെങ്കിൽ ഞാൻ പറയൂലേ. എനിക്കെന്നാ അത്രയ്ക്ക് മറവിയാണോ? നീയെന്താ വാതിൽ തുറക്കാതെ ഒളിച്ചു നിൽക്കുന്നത്? അമ്മ അയാളെ ഉദ്വേഗത്തോടെ നോക്കി. കെന്നഡി റോസ്മേരിയോട് ചോദിച്ചു. നീ ഇവിടെ ഇല്ലായിരുന്നോടി? ഉണ്ടായിരുന്നു. ഇവിടെ ആരും വന്നില്ല, റോസ്മേരി പറഞ്ഞു. തനിക്ക് രക്ഷയില്ലെന്ന് അയാൾക്കുറപ്പായി. കെന്നഡിക്ക് പരിഭ്രമവും ദേഷ്യവുമെല്ലാം ഒരുമിച്ചുണ്ടായി. അയാൾ മറിഞ്ഞു വീഴാതിരിക്കാനായി സെറ്റിയുടെ മുകളിൽ പിടിച്ചു. നിങ്ങളറിയാതെ അവരിതിനകത്ത് കടന്നു. ആര്? അമ്മയും റോസ്മേരിയും കെന്നഡിയെ നോക്കി. കാര്യം ഗൗരവമുള്ളതാണെന്ന് റോസ്മേരിക്ക് തോന്നി. അമ്മേ, ഞാൻ ബാത്റൂമിലായിരുന്നപ്പോൾ ആരോ വന്ന് അമ്മയോട് സംസാരിച്ചില്ലേ? റോസ്മേരി പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു. അതാരായിരുന്നു? കെന്നഡി ഉത്കണ്ഠാകുലനായി. അതാ ഫോൺ നന്നാക്കുന്ന ആളായിരുന്നു. ലൈനിനെന്തോ റിപ്പയർ ആണെന്നും 1-2 ടെസ്റ്റ് കോൾ ചെയ്യാനാണെന്നും പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചോളാൻ പറഞ്ഞു. അതിലൊരു കാര്യവുമില്ലാത്തതുപോലെ അമ്മ പറഞ്ഞു. അപ്പോഴമ്മ എന്തെടുക്കുകയായിരുന്നു? ഞാനെന്തോ ജോലിയിലായിരുന്നു. കെന്നഡി ഫോണിരിക്കുന്ന സ്റ്റാൻഡിനടുത്തേക്ക് ചെന്നു. അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു. ഫോണിന്റെ പരിസരത്ത് ഒരു പഴയ കൂറ്റൻ മൺഭരണിയും പന വളർന്നു നിൽക്കുന്ന ചട്ടിയും ക്ലേ കൊണ്ടുള്ള വലിയ ഫ്ലവർ വേഴ്സും ഉണ്ടായിരുന്നു. മറ്റൊരിടത്തും ഒരു വസ്തു പെട്ടെന്ന് ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. കെന്നഡി അതിനകം മുഴുവൻ ദ്രുതഗതിയിൽ കൈയിട്ട് പരിശോധിക്കുന്നത് അമ്മയും റോസ്മേരിയും അമ്പരപ്പോടെ നോക്കി നിന്നു. ഡോർബെൽ ശബ്ദിക്കുകയാണ്. അവർ അക്ഷമരായിരിക്കുന്നു. പുറത്തു നിൽക്കുന്നവർക്ക് ജനലിലൂടെ തങ്ങളെ കാണാൻ പറ്റാത്ത വിധം റോസ്മേരി മാറി നിന്നു. അവൻ വേറെ ഏതെങ്കിലും മുറിയിൽ പോയോ? കെന്നഡി അമ്മയെ നോക്കി. നിന്റെ മുറിയിൽ പോയി ആ ഫോൺ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അമ്മ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കെന്നഡി തന്റെ മുറിയിലേക്ക് കുതിച്ചു. മേശ വലിപ്പുകളും അലമാരിക്കകവുമെല്ലാം കെന്നഡി ഞൊടിയിടയിൽ പരിശോധിച്ചു. അതിനകത്തെ വസ്തുക്കൾക്കൊന്നും യാതൊരു സ്ഥാനഭ്രംശവും സംഭവിച്ചിട്ടില്ല. അവയ്ക്കിടയിലൊന്നും മയക്കുമരുന്നിന്റെ പാക്കറ്റില്ല. അലമാരയുടെ മുകളിലും തറയിൽ കമഴ്ന്നു കിടന്ന് അടിയിലും പരിശോധിച്ചപ്പോഴേക്കും കെന്നഡി തളർന്നുപോയി. ബാത്റൂമിൽ കയറി ഫ്ലഷ് ടാങ്കിലും മൂലകളിലുമെല്ലാം പരിശോധിച്ചു. ഒരിടത്തുമില്ല. ഇപ്പോൾ 4 മിനിറ്റായി. ഇനിയും താമസിച്ചാൽ അവർ സംശയിക്കും. വാതിൽ ബലമായി തുറന്ന് അകത്തേക്ക് വരും. നാർക്കോട്ടിക് പ്രിവന്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത റെയ്ഡാണ്. തന്നെ പൂട്ടിയേ അവരടങ്ങൂ. ഭിത്തിയോട് ചേർന്നിരിക്കുന്ന വീനസിന്റെ കളിമൺ പ്രതിമ പോലെ തന്റെ മുഖം വിളറിയിരിക്കുന്നത് കെന്നഡി അലമാരയുടെ ഗ്ലാസിൽ കണ്ടു. പെട്ടെന്നയാൾ കണ്ണാടിയിൽ നിന്നും മുഖം തിരിച്ച് പ്രതിമയെ നോക്കി. അതിന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നു. മാറിടവും ശിരസും മാത്രമുള്ള ആ ശില്പം താൻ അങ്ങനെയല്ല വെച്ചിരുന്നത്. അത് ഇളകിയിരിക്കുന്നു. കെന്നഡി പെട്ടെന്ന് ആ പ്രതിമ എടുത്തുയർത്തി. പൊള്ളയായ അതിനകത്ത് കയറ്റി നിറച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകൾ കെന്നഡി വലിച്ചെടുത്തു. ബ്രൗൺ ഷുഗർ. കെന്നഡി അതുമായി വാതിൽക്കലേക്ക് വന്നു.
എന്താ മോനെ അത്? അമ്മയ്ക്ക് ഉത്കണ്ഠയായി. എല്ലാം പിന്നെ പറയാം, ഇപ്പോഴിതങ്ങ് മറന്നേക്കൂ. വാതിൽ തുറന്നോളൂ, ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. കെന്നഡി വേഗം അകത്തെ മുറിയിൽ മറഞ്ഞു. പൊരുൾ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഒളിപ്പിക്കാൻ കെന്നഡിക്ക് എളുപ്പമായിരുന്നു. അമ്മയാണ് വാതിൽ തുറന്നത്. ഉടനെ തന്നെ 4-5 ഉദ്യോഗസ്ഥന്മാർ അകത്തേക്ക് വന്നു. അവരുടെ മുന്നിൽ വേട്ടപ്പട്ടിയുടെ മുഖവും കറുത്ത പാടുകളുമുള്ള വണ്ണം കൂടിയ ഉദ്യോഗസ്ഥൻ ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് നിർദ്ദേശിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് അനങ്ങരുത്. ഞങ്ങൾ ഈ വീട് റെയ്ഡ് ചെയ്യുകയാണ്. എന്തിന്? ഇത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീടാണ്. എന്തു കുറ്റമാണ് ഞങ്ങൾ ചെയ്തത്? അമ്മ വിജിലൻസ് സൂപ്രണ്ടിനെ നോക്കി. അത് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ യാതൊരു മയവുമില്ലാതെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ശിവൻ എന്നാണ്. കൂടെയുണ്ടായിരുന്നവരെ നോക്കി അയാൾ ആംഗ്യം കാണിച്ചു. കെന്നഡി മുഖം കഴുകി തുടച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ഹലോ മിസ്റ്റർ തോമസ്, വാട്ട് എ സർപ്രൈസ്. ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്യുകയാണ്. ബി കോപ്പറേറ്റ് വിത്ത് അസ്. റെയ്ഡോ? എന്തിന്? കെന്നഡി അമ്പരപ്പ് നടിച്ചു. ഉദ്യോഗസ്ഥന്മാർ തന്റെ മുറിയിലേക്ക് ചെന്ന് കൃത്യമായി ആ പ്രതിമയെടുത്ത് തലതിരിച്ച് അകം പരിശോധിക്കുന്നത് കെന്നഡി കണ്ടു. ചതിയന്മാർ കൃത്യമായാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്തെ ചമ്മൽ കെന്നഡി കണ്ടു. ഫോൺ ശബ്ദിച്ചു. കെന്നഡി അറ്റൻഡ് ചെയ്യാനായി ചെന്നപ്പോൾ നാർക്കോട്ടിക് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. ഡോണ്ട് മൂവ്. കെന്നഡി അനുസരിച്ചു. വീണ്ടും മുഖം തുടച്ചിട്ട് ടവൽ റോസ്മേരിയുടെ കയ്യിൽ കൊടുത്തു. 1 മിനിറ്റ് നേരം മണിയടിച്ചിട്ട് ഫോൺ നിശ്ചലമായി. മുറി പരിശോധിച്ചവർ തിരിച്ചു വന്നു. അവിടെയെങ്ങും ഒന്നുമില്ല സാർ. വിജിലൻസ് സൂപ്രണ്ട് തോമസും സ്ക്വാഡിന്റെ ചീഫ് ശിവനും പരസ്പരം നോക്കി. വീട് മുഴുവൻ പരിശോധിക്കി. കെന്നഡിയുടെ ഈക്വൽ റാങ്കുള്ള ശിവൻ നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥന്മാർ വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. കെന്നഡി സെറ്റിയിലിരുന്നു. ഉദ്യോഗസ്ഥന്മാർ മേശയും അലമാരകളും തുറന്ന് അതിനകത്തുള്ളവയൊക്കെ വലിച്ച് പുറത്തിട്ടു. ബാങ്ക് പാസ്ബുക്കുകൾ എടുത്ത് പരിശോധിച്ചു. പെട്ടെന്ന് കെന്നഡിയുടെ മനസ്സിലൊരു ഇലക്ട്രിക് സ്ഫുല്ലിംഗമുണ്ടായി. ഫോൺ റിപ്പയറിന് വന്നവൻ മറ്റൊരിടത്ത് കൂടി ബ്രൗൺ ഷുഗർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ താനത് ചിന്തിച്ചില്ല. അയാൾ വീണ്ടും വിയർത്തു. വിസിറ്റിംഗ് റൂമിലെ ഫ്ലവർ വേഴ്സുകളും മൺകുടവുമെല്ലാം അവർ പരിശോധിക്കുകയാണ്. പന ചട്ടിയിൽ നിന്ന് പറിച്ചു നോക്കുന്നു. മണ്ണ് തറയിൽ വീഴുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നത് കെന്നഡി കണ്ടു. സമയം കഴിയുന്തോറും ശിവന്റെയും തോമസിന്റെയും മുഖം വിയർത്തു. അവർ സംശയത്തോടെ പരസ്പരം നോക്കുകയും കെന്നഡിയുടെ നേരെ കണ്ണയക്കുകയും ചെയ്തു. അയാൾ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവർ എല്ലാം വാരി വലിച്ചിട്ട് അന്വേഷണം പൂർത്തിയാക്കി. ഇതിനിടെ ഒരിക്കൽ കൂടി ഫോൺ മണിയടിച്ചു നിന്നു. മുറ്റത്ത് 1-2 കാറുകളും ബൈക്കും പാഞ്ഞു വന്ന് നിൽക്കുന്നത് കെന്നഡി കണ്ടു. പത്രങ്ങളുടെ റിപ്പോർട്ടേഴ്സ്. ബൈക്കിൽ ഹിന്ദുസ്ഥാൻ ടുഡേയുടെ നാസറാണ്. തോമസും ശിവനും കെന്നഡിയുടെ അടുത്ത് വന്നു. സോറി ഫോർ ദി ട്രബിൾ മിസ്റ്റർ കെന്നഡി. നിങ്ങളുടെ മുറിയിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെന്നും നിങ്ങൾ അതിന്റെ ഏജന്റ് ആണെന്നും ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്, തോമസ് പറഞ്ഞു. എന്നിട്ട് ബ്രൗൺ ഷുഗർ കിട്ടിയോ? കെന്നഡി ചോദിച്ചു. ഇല്ല, അതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആയിരുന്നു, ശിവൻ പറഞ്ഞു. ആരാണ് ഇൻഫോം ചെയ്തത്? കെന്നഡി രോഷം കൊണ്ടു. അറിയില്ല. അതോ നിങ്ങൾ 20% സമ്മാനം കൊടുക്കുന്നതിനായി ഇൻഫോർമറുടെ പേര് രഹസ്യമായി വെച്ചിരിക്കുന്നോ? ഇല്ല കെന്നഡി. അപ്പോൾ ഇൻഫോർമർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതിക്കാമെന്ന് കരുതി അല്ലേ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ കെന്നഡി. തോമസ് ക്ഷോഭിച്ചു. കെന്നഡി പൊട്ടിത്തെറിച്ചു. ഞാനൊരു ഡ്രഗ്സ് സ്മഗ്ലറാണെന്നാണ് ഇതുവരെയുള്ള പരിചയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ? എനിക്കറിയാം നിങ്ങളെ ഇങ്ങോട്ടയച്ച റാസ്കൽസ് ആരാണെന്ന്. എന്നെ റെയ്ഡ് ചെയ്ത് അപമാനിക്കുന്നതിന് അവർ എത്ര ആയിരം ഓഫർ ചെയ്തു? കെന്നഡി. ശിവന്റെ ശബ്ദം കനത്തു. വലിച്ചു വാരിയിട്ടിരിക്കുന്നതൊക്കെ പഴയതുപോലെ അടുക്കി വെക്കടോ, കെന്നഡി നിയന്ത്രണം വിട്ടു പറഞ്ഞു. ഇവിടെ കിടക്കുന്ന മണ്ണൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയില്ലെങ്കിൽ താനൊക്കെ അടിമേടിക്കും. തോമസും ശിവനും പകച്ചു നിന്നു. അപ്പോൾ അമ്മ അവർക്കിടയിലേക്ക് വന്നു. വേണ്ട മോനെ, അതൊക്കെ ഞാൻ നേരെയാക്കിക്കൊള്ളാം സാർ. നാസറും റിപ്പോർട്ടേഴ്സും അവിടേക്ക് വന്നു. എന്താ നാസറേ, വലിയ പത്രക്കാരെല്ലാം ഉണ്ടല്ലോ. കെന്നഡിയെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ വന്നതാണോ? കെന്നഡി അവരെ നോക്കി. 10 ലക്ഷം രൂപയുടെ ബ്രൗൺ ഷുഗർ സാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെന്നും സാറ് അറസ്റ്റിലായെന്നും അനോണിമസ് കോൾ ഞങ്ങളുടെ ഓഫീസിലെത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ പുറപ്പെട്ടത്, ഒരാൾ പറഞ്ഞു. റെയ്ഡിന് മുമ്പ് പത്രവാർത്ത. ഗ്രേറ്റ് ഓപ്പറേഷൻ. ചോദിക്ക് ഇവന്മാരോട്. കെന്നഡി പകച്ചുനിന്ന തോമസിന്റെയും ശിവന്റെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും നേരെ കൈ ചൂണ്ടി. അപകടത്തിൽ വന്ന് ചാടിയതുപോലെയായിരുന്നു അവർ. കെന്നഡി അവരോട് പറഞ്ഞു. നിങ്ങളെ അയച്ചവരോട് ചെന്ന് പറഞ്ഞേരി, കെന്നഡി വെറുതെ വിടില്ലെന്ന്.
ഡെപ്യൂട്ടി കമ്മീഷണർ കെന്നഡിയെ അപമാനിക്കാൻ നിഗൂഢ ശ്രമം. തലക്കെട്ട് ഉറക്കെ വായിച്ചിട്ട് സഞ്ജയ് ഈവനിംഗ് എഡിഷൻ പത്രം ബ്രൂട്ടസിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അയാളേക്കൽ നടങ്ങിയത് വീരരാഘവക്കുറുപ്പാണ്. താനല്ലേടോ സാധനം കെന്നഡിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഉലത്തിയെന്ന് പറഞ്ഞത്? ബ്രൂട്ടസ് വീരരാഘവക്കുറുപ്പിന് നേരെ തിരിഞ്ഞു. ടെലിഫോൺ ജോലിക്കാരനായിട്ട് പ്രതിമയുടെ കുറുപ്പിനെ തടയാൻ ബ്രൂട്ടസ് അനുവദിച്ചില്ല. ഫോൺ ജോലിക്കാരൻ പ്രതിമേനെ ബ്രൂട്ടസ് പച്ചത്തെറി വിളിച്ചു. എന്നിട്ടെന്തിയടാ? അവര് നോക്കിയപ്പോ കണ്ടില്ലല്ലോ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ബ്രൂട്ടസേ. ഞാൻ മനസ്സിലാക്കി തരാമടാ. സഞ്ജയ് കുറുപ്പിന്റെ കോളറിനെ പിടിച്ചുയർത്തി കരണത്തടിച്ചു. കൊല്ലും ഞാൻ നിന്നെ. എന്നോട് കളിക്കുന്നോ? നീയാ ബ്രൗൺ ഷുഗർ മുക്കിയില്ലേടാ? എത്ര ലക്ഷം വില വരുന്നതാ അതെന്നറിയാമോ? സഞ്ജയ് സാറേ, എന്നെ വിശ്വസിക്കേ. അവനത് അവിടെ വെച്ചുവെന്ന് എനിക്കുറപ്പാ. ഞാൻ ജീപ്പുമായി റോഡിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതവിടെ പോയി. വാതിൽ കടന്ന് ജയപ്രകാശ് അവിടേക്ക് വന്നു. അയാൾ ആ കെന്നഡി എടുത്തു മാറ്റിക്കാണും സാറേ. കുറുപ്പ് വിറയ്ക്കാൻ തുടങ്ങി. അതിന് അവനതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല സാറേ. ബാസ്റ്റഡ്. സഞ്ജയ് അയാളുടെ കരണത്ത് ഒന്നുകൂടി പ്രഹരിച്ചു. പട്ടികളെ കൊന്നുകളയും നിങ്ങളെ ഞാൻ. ബ്രൂട്ടസും നടുങ്ങിപ്പോയി. ഫോൺ മണിയടിച്ചപ്പോൾ കെന്നഡി എടുത്തു. ജോൺ കെന്നഡി. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു മിറാക്കിൾ സംഭവിക്കുമെന്ന് കരുതിയില്ല, യമുന പറഞ്ഞു. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അയാൾ സംഭവിച്ചത് പറഞ്ഞു. യമുനെ, ഒരിക്കലും നിങ്ങളെ മറക്കില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ് മിസ്റ്റർ കെന്നഡി. വെക്കട്ടെ. യമുന ഫോൺ വെച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവൾ വാതിൽക്കലേക്ക് വന്നപ്പോൾ ഉള്ളിലൊരു ആന്തലുണ്ടായി. അവളെ തന്നെ നോക്കിക്കൊണ്ട് ജയപ്രകാശ് നിൽക്കുന്നു. അധ്യായം 26. മുഖത്തെ ഭാവമാറ്റം കഴിയുന്നത്ര മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് യമുന അമ്മാവനെ നോക്കി. അവളുടെ മനസ്സിലേക്ക് തറച്ചിറങ്ങുന്ന വിധത്തിലായിരുന്നു ജയപ്രകാശിന്റെ നോട്ടം. ആരാ മോളെ ഫോൺ ചെയ്തത്? ജയപ്രകാശ് ചോദിച്ചു. യമുന ചിന്തിക്കാൻ ഒരു നിമിഷമെടുത്തു. അമ്മാവൻ അല്പനേരമായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ താൻ കള്ളം പറയുന്നതിൽ അർത്ഥമില്ല. കെന്നഡിയായിരുന്നു, അവൾ പറഞ്ഞു. അയാളുടെ വീട്ടിൽ റെയ്ഡ് നടന്നെന്ന്. അമ്മാവൻ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ഇപ്പോൾ പല പ്രാവശ്യമായല്ലോ എന്നെ അന്വേഷിച്ച് നടക്കുന്നു. അവന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് ഞാനെന്ത് ചെയ്യാനാണ്? യമുന ഒന്നും പറഞ്ഞില്ല. അയാൾ താക്കീത് ചെയ്തു. മോളെ, നിന്നെ വിധവയാക്കിയ കൊലയാളിയെ സൂക്ഷിക്കാൻ പോലും കഴിയാത്തവനാണ് കെന്നഡി. എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നിവർന്നു നിന്ന് 4 ഡയലോഗ് പറയുവാനല്ല പോലീസ് ഓഫീസർ. കുറ്റവാളികളെ പിടിച്ച് ശിക്ഷ കൊടുക്കുന്നവനാ കൊലയാളി അർജുൻ. കെന്നഡിയുടെ മുക്കിന് കീഴിലുണ്ടായിട്ടും അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നമുക്കൊരു അന്തസ്സുണ്ട്, അത് മോള് മറക്കരുത്. ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ നിലയും വിലയും ഒക്കെ. അത് തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. യമുന ജയപ്രകാശിനെ സൂക്ഷിച്ചു നോക്കി. അമ്മാവൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരായാലും, ജയപ്രകാശ് പറഞ്ഞു. എന്നെ തൊട്ടു കളിക്കരുത്. ജയപ്രകാശിന്റെയും യമുനയുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി. അവർ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് യമുന മനസ്സിലാക്കി. ജയപ്രകാശ് സൗമ്യനായി. യമുന മോളുടെ അറിവിലേക്ക് കൂടിയായി അമ്മാവൻ പറഞ്ഞതാ. കെന്നഡി പോലൊരുത്തനുമായി മോൾക്ക് ഒരു ഇടപാടും വേണ്ട. നീ എന്റെ മരുമോളാ. മോൾ ചെറുപ്പമാ. മോളെ ഞാൻ വിഷമിപ്പിക്കുകയില്ല. മോൾക്കൊരു വിവാഹം വേണമെങ്കിൽ അത് ഈ അമ്മാവൻ തന്നെ മുൻകൈയെടുത്ത് നടത്തിത്തരും. ഈ സ്വത്തുക്കൾ മുഴുവൻ തരും. അമ്മാവ, യമുന അയാളെ ശാസിക്കുന്നത് പോലെ വിളിച്ചു. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല മോളെ. നീ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് വിധവയായി ജീവിക്കുന്നത് അമ്മാവൻ ഇഷ്ടമില്ല. എനിക്കെന്റെ മോളെ വളർത്തിയാൽ മതി. മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഇപ്പോഴല്ല, പിന്നെ ചിന്തിക്കും മോളെ. എന്റെ അനുയായികൾക്കും കൂട്ടുകാർക്കും ഞാൻ ആശ്രിത വത്സലനാണ്. മോൾക്ക് നല്ലൊരു ജീവിതം ഈ അമ്മാവൻ തരും. പോയി വിശ്രമിച്ചോളൂ. പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. ജയപ്രകാശ് തിരിഞ്ഞു നടന്നു. യമുന അയാളെ തന്നെ തുറച്ചു നോക്കി നിന്നു. മമ്മി. മുത്തു 3 വീലുള്ള സൈക്കിൾ ചവിട്ടി അവിടേക്ക് വന്നു. ജയപ്രകാശ് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് യമുന കണ്ടു. ജയപ്രകാശ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ സഞ്ജയിന്റെയും വീരരാഘവക്കുറുപ്പിന്റെയും ബ്രൂട്ടസിന്റെയും മുന്നിൽ രാഘവൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു. അയാളുടെ കവിൾത്തടങ്ങൾ കുറുപ്പ് അടിച്ചു കലക്കിയിരുന്നു. ഞാനാ സാധനം പ്രതിമയ്ക്കകത്ത് വെച്ചതാ. വേറെ ഒന്നും എനിക്കറിയില്ല, രാഘവൻ നിലവിളിച്ചു. ആരും അത് വിശ്വസിച്ച മട്ട് കണ്ടില്ല. നിങ്ങൾ അവനെ തല്ലിക്കൊല്ലണ്ട, ജയപ്രകാശ് പറഞ്ഞു. ചില ചതികൾ നടന്നു. ആരാണ് ചെയ്തതെന്നും എനിക്കറിയാം. ചതിയോ? ആരാ ഡാഡി? സഞ്ജയ് പെട്ടെന്ന് ചോദിച്ചു. ജയപ്രകാശ് രാഘവനെ പറഞ്ഞു വിട്ടു. അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാ. എനിക്കറിയണം. നമ്മളെ ചതിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ആ, നടന്നത് നടന്നു. ഇനി അതുണ്ടാകാതെ നോക്കുന്നതാണ് ബുദ്ധി, ജയപ്രകാശ് പറഞ്ഞു. സാറേ, ആരാന്ന് പറയ്. മുസ്തഫയെ പോലെ സാറ് ഞങ്ങളെ കരുതുന്നില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി.
ഇരുചെവി അറിയാതെ ഞാനും വീരനും അവനെ കാച്ചിക്കളയാം. അത്ര പെട്ടെന്ന് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഡാഡി, സഞ്ജയ് പറഞ്ഞു. കുറുപ്പും ബ്രൂട്ടസും ജിജ്ഞാസയോടെ അയാളെ നോക്കി. ജയപ്രകാശിന്റെ ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന രാഘവൻ അതിവേഗം നടന്നു. അദ്ദേഹം അപ്പോഴവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവർ തന്നെ തല്ലി ബോധം കെടുത്തുമായിരുന്നെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. താൻ വെച്ച സാധനം ആ തള്ള എടുത്തു മാറ്റിയോ? അവർ എന്തോ തുന്നുകയോ മറ്റോ ചെയ്യുന്നതാണല്ലോ താൻ കണ്ടത്. ആ കാർ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് അയാൾ നടുങ്ങി തലതിരിച്ച് നോക്കി. യൂണിഫോം ഇല്ലാത്ത ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കെന്നഡിയെ കണ്ട് അയാൾ നടുങ്ങി. മോനെ, ഇവനാ നമ്മുടെ വീട്ടിൽ വന്നത്. താൻ വിസിറ്റിംഗ് റൂമിൽ കണ്ട സ്ത്രീ തന്നെ ചൂണ്ടി പറയുന്നത് കേട്ടപ്പോൾ രാഘവന് മൂത്രം പോകുമെന്ന് തോന്നി. റോസ്മേരിയും കെന്നഡിയും അവനെ നോക്കി. കെന്നഡി വാതിൽ തുറന്ന് ഇറങ്ങി. രാഘവൻ ഓടാനായി 2 ചുവട് വെച്ചു. അവിടെ നിൽക്കടാ, കെന്നഡി നിർദ്ദേശിച്ചു. രാഘവന് അനങ്ങാൻ കഴിഞ്ഞില്ല. നീ ഇന്ന് എന്റെ വീട്ടിൽ വന്നായിരുന്നോ? അയാൾ മിണ്ടിയില്ല. അകലെ ജയപ്രകാശിന്റെ ബംഗ്ലാവ് കെന്നഡി കണ്ടു. അവന്റെ കവിൾ ചുവന്ന് തിണർത്ത് നീര് വെച്ചിരിക്കുന്നത് കണ്ടു. പറയടാ. കെന്നഡി അവന്റെ താടി കൂട്ടി 2 കവളുകളിലും വിരലുകൊണ്ടമർത്തി. അയ്യോ സാറേ, ഞാനെല്ലാം പറയാം, അവൻ നിലവിളിച്ചു. ബ്രൂട്ടസും കുറുപ്പും ഔട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കെന്നഡിയുടെ കാർ വരുന്നത് കണ്ടത്. കെന്നഡി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് സംസാരിച്ച് ജയപ്രകാശ് ഔട്ട് ഹൗസിലാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് വന്നു. ജയപ്രകാശ് എല്ലാവരെയും മാറി മാറി നോക്കി. മേശപ്പുറത്ത് കിടന്ന ഈവനിംഗ് എഡിഷൻ പത്രത്തിലെ റെയ്ഡിനെ സംബന്ധിച്ച ന്യൂസ് അയാൾ കണ്ടു. കെന്നഡിയെ അറസ്റ്റിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയിലായിരുന്നു സഞ്ജയ്. ഹൗ ആർ യു മിസ്റ്റർ സഞ്ജയ്? കെന്നഡി സഞ്ജയിനെ നോക്കി. കുഴപ്പമില്ല, എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്, അയാൾ പറഞ്ഞു. ന്യൂസ് സാർ വായിച്ചല്ലോ അല്ലേ? കെന്നഡി ജയപ്രകാശിനെ നോക്കി. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല കെന്നഡി, ജയപ്രകാശ് പറഞ്ഞു. നിങ്ങളെപ്പോലെ സത്യസന്ധരായ ഓഫീസർമാരെ അപമാനിക്കാൻ ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ പലരും ഇത്തരം ഇല്ലീഗൽ ഇടപാടുകൾ നടത്തി പണം സമ്പാദിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനും അത്തരക്കാരാണെന്ന് ഇന്റലിജൻസ് കരുതി കാണും, കെന്നഡി പറഞ്ഞു. ഏതായാലും കെന്നഡിക്ക് സത്യസന്ധത തെളിയിക്കാൻ ഒരവസരം കിട്ടിയല്ലോ. ഒരു തരി ലഹരി പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ജയപ്രകാശ് പറഞ്ഞു. ആരോ കൃത്യമായി ഒറ്റിക്കൊടുത്തതുപോലെയായിരുന്നു അവരുടെ തെരച്ചിൽ. ചതിയാണ് സാറേ, സാറിനെ അപമാനിക്കാൻ, ബ്രൂട്ടസ് പറഞ്ഞു. എന്റെ സസ്പെൻഷൻ പിൻവലിച്ചാൽ ഞാൻ അവനെ കണ്ടുപിടിച്ച് സാറിന്റെ കാൽച്ചുവട്ടിൽ ഇട്ടുതരാം. കെന്നഡി ബ്രൂട്ടസിനെ നോക്കി. അയാളൊന്ന് പരുങ്ങി. താനോടോ? കെന്നഡി വീരരാഘവക്കുറുപ്പിന്റെ നേരെ തിരിഞ്ഞു. സാറിനെ അപമാനിക്കാൻ ശ്രമിച്ചവനെ വിടരുത് സാറേ. ഞാൻ വിടില്ലടോ വീര. അതുതന്നെ ഉദ്ദേശിച്ചാണോ എന്ന് ഓർത്ത് കുറുപ്പ് ഞെട്ടി. ചതിയനാണെങ്കിലും അവൻ ഉപകാരിയ, കെന്നഡി പറഞ്ഞു. അതെന്താ കെന്നഡി? ജയപ്രകാശ് ചോദിച്ചു. അവൻ എന്റെ പ്രതിമയ്ക്കകത്ത് വെച്ച ബ്രൗൺ ഷുഗറിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് വില 25 ലക്ഷം രൂപയാണ്, 1/4 കോടി. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ? സഞ്ജയ് പെട്ടെന്ന് ചോദിച്ചു. പിന്നില്ലാതെ. കൊല്ലക്കുടിയിൽ ആർക്കെങ്കിലും സൂചി വിൽക്കാൻ പറ്റുമോ സഞ്ജയ്? കെന്നഡി ചിരിച്ചു. സഞ്ജയും മറ്റും വിളറിപ്പോയി. എന്നെ കൊടുക്കാൻ ശ്രമിച്ചവൻ അതിന് 10 ലക്ഷമാണ് വില വെച്ചിരിക്കുന്നത്. ഞാൻ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കണമെന്നായിരുന്നു പ്ലാൻ, അല്ലേടാ ബ്രൂട്ടസേ? കെന്നഡി ബ്രൂട്ടസിനെ നോക്കി. ബ്രൂട്ടസ് ഉമിനീരിറക്കാൻ പാടുപെട്ടു. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും സമ്പാദിക്കാൻ പറ്റാത്ത സ്വത്തിനുടമയാണ് ഞാനിപ്പോൾ, 1/4 കോടി രൂപയുടെ. കെന്നഡി ആ മരുന്ന് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നില്ലേ? എന്തിന്? എന്റെ കയ്യിൽ അതില്ലെന്ന് തെളിഞ്ഞില്ലേ? ഞാനിനി അത് നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് തന്നെ കൈമാറിയെന്ന് കരുതുക. ഞാൻ പറയുന്ന ഈ കഥ അവര് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടി ഉണ്ടായിരുന്നെന്നും ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ മുക്കിയെന്നും അവർ കരുതും. പിന്നെ അതിനെപ്പറ്റിയുള്ള അന്വേഷണമായിരിക്കും. എന്റെ മനസമാധാനം പോവില്ലേ സാറേ? ഞാനിത് ഇന്റലിജൻസിനെ അറിയിച്ചാലോ? അറിയിക്കാം, പക്ഷെ തെളിയിക്കേണ്ട ചുമതല സാറിനാണ്. ഞാൻ ബ്രൗൺ ഷുഗർ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് സാറിന് അറിയാമോ? കെന്നഡി ചോദിച്ചു. ജയപ്രകാശിന് മിണ്ടാൻ കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അയാൾ ചോദിച്ചു. അതാരാണ് വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കെന്നഡിക്കറിയാമോ? അറിയാം, ടെലിഫോൺസിലെ ഒരു ഉദ്യോഗസ്ഥൻ. ബ്രൂട്ടസിനും കുറുപ്പിനും ആശ്വാസം തോന്നി. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കെന്നഡി രാഘവനെ പിടിക്കാൻ പോകുന്നില്ല. എന്നെ ചതിച്ചവരെയൊക്കെ അതേ രീതിയിൽ തന്നെ ഞാൻ കൊടുക്കും, കെന്നഡി പറഞ്ഞപ്പോൾ അവർക്കൊരു ഞെട്ടലുണ്ടായി. റോസ്മേരിയും അമ്മയും ഗീതയുടെ വീട്ടിലെത്തി രാഘവനെ പിടിച്ച വിവരം പറഞ്ഞു. ഇതുപോലൊരു കൂലിക്കൊലയാളിയാണ് അച്ഛനെ കൊന്നത്, ഗീത പറഞ്ഞു. ഇനി എന്റെ അന്വേഷണം ആ കൂലിക്കൊലയാളികളെയാണ്. ദേവവും സീതയും അവിടെ ഉണ്ടായിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല. അതിനു മുമ്പ് തുടങ്ങി അവളുടെ അന്വേഷണം. ദേവു ദേഷ്യപ്പെട്ടു.
അക്രമത്തിനെതിരെ പടവാളോങ്ങിയ അച്ഛന് ആദ്യം കാലുപോയി, ഇപ്പോൾ ജീവനും. അശോകൻ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞു നടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോടി. അമ്മേ, ആരെയും ബോധ്യപ്പെടുത്താനോ സ്മാരകമുണ്ടാക്കാനോ വേണ്ടിയല്ല അച്ഛൻ പത്രക്കാരനായത്. നാളത്തെ ജേർണലിസം സ്റ്റുഡൻസ് അച്ഛന്റെ ചരിത്രം പഠിക്കും. സത്യത്തിനു വേണ്ടി ജീവിതം കൊടുത്തവനെന്ന് അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിക്കും. എന്നാലേ ആ ചരിത്രം പൂർത്തിയാവുകയുള്ളൂ. ഗീത ബെഡിലിരുന്ന് ആവേശത്തോടെ പറഞ്ഞു. അല്ലേ റോസ്മേരിയുടെ അമ്മേ, അമ്മയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ചേച്ചിക്കിതൊക്കെ പറയാം. ഞങ്ങളുടെ വിഷമം ചേച്ചി മനസ്സിലാക്കുന്നുണ്ടോ? സീത ദേഷ്യപ്പെട്ടു. അച്ഛനെ ട്രക്ക് കൊണ്ട് അരച്ചു കൊന്നവരെ വെറുതെ വിടണമെന്നാണോ നീയും അമ്മയും കൂടി പറയുന്നത്? ഗീത ചോദിച്ചു. അത് പോലീസുകാര് കണ്ടുപിടിച്ചോളൂലേടി, ദേവു ചോദിച്ചു. അമ്മേ, ഞാൻ പോലീസിനെ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു തീരുമാനമെടുത്താൽ ഗീതയെ പിന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്നും ചെയ്യുന്നത് പോലെ കരയാൻ തുടങ്ങി. നീയും കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്കാരാ ഉള്ളത്? റോസ്മേരിയും അമ്മയും ദേവുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. രാവിലെ കെന്നഡിയുടെ ഓഫീസിലേക്ക് അർജുന്റെ ഫോൺ വന്നു. ആ കോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ കെന്നഡി ഏർപ്പാട് ചെയ്തിട്ട് സംസാരം തുടങ്ങി. കെന്നഡി, തന്നെ ചതിച്ചവരാരാണെന്ന് എനിക്കറിയാം. ജയപ്രകാശും മകനും തന്നെ. കൊടുക്കട്ടെ ഞാൻ അവന് ശിക്ഷ. അർജുൻ, നീ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. അധികനാൾ നിനക്ക് ഒളിവിൽ കഴിയാൻ പറ്റില്ലെന്നറിയാമല്ലോ. എന്റെ കാര്യം വിട്. താൻ അപമാനപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. താൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. സഞ്ജയിനെ ഇടിച്ച് ചുരുട്ടിക്കൂട്ടി തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിടട്ടെ. നീ നിയമം കയ്യിലെടുക്കേണ്ട. അതിന് ഞങ്ങളിവിടെയുണ്ട്. മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. താൻ നന്നാവില്ലടോ കെന്നഡി. തന്റെ വീട്ടിൽ നിന്ന് ആ ലഹരി മരുന്ന് അവർ കണ്ടെടുത്തിരുന്നെങ്കിൽ താനിപ്പോൾ എന്നോടിങ്ങനെ സംസാരിക്കുമായിരുന്നോ? റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് താനത് മാറ്റിയതാണെന്ന് എനിക്കറിയാം. കാരണം ചരക്ക് അവിടെ വെക്കാതെ ആരും ഒറ്റിക്കൊടുക്കില്ലല്ലോ. പക്ഷെ ഒന്നോർത്തോളൂ, ശത്രുക്കൾ പ്രബലരാണ്. എപ്പോഴും ഭാഗ്യം തന്റെ കൂടെ ഉണ്ടായെന്ന് വരില്ല. ഒരേ ബെഞ്ചിലിരുന്ന് തിക്ക് കൂട്ടിയിട്ടുള്ള പഴയ കൂട്ടുകാരൻ പറയുന്നതാണിത്. തന്റെ വിധി മറ്റൊന്നാകരുത്. അർജുൻ ഫോൺ വെച്ചു. സാർ, ഈ നമ്പറിൽ നിന്നാണ് വിളിച്ചത്. ഇതൊരു പബ്ലിക് കോൾ ബൂത്താണ്. CI മഹേഷ് വന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കാണിച്ചു. 10 നിമിഷത്തിനകം അവർ ബൂത്തിലെത്തി. സാർ, അയാൾ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പോയി. കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അയാൾ കാണിച്ച ദിശയിലേക്ക് കാറിൽ പോകുമ്പോൾ കെന്നഡി ആലോചിച്ചു. ആ സ്ത്രീ ആരാണ്? മരിയ? അർജുന്റെ കാമുകി അനു? പോലീസ് നഗരം മുഴുവൻ തിരഞ്ഞിട്ടും അർജുനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സഞ്ജയിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു. അയാളുടെ കാറിൽ ബ്രൂട്ടസും കുറുപ്പും സഹായത്തിനുണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്നിറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 കാറുകൾ ഓവർടേക്ക് ചെയ്ത് വഴി തടഞ്ഞു. വീരൻ കാർ നിർത്തി. വിജിലൻസ് സൂപ്രണ്ട് തോമസും ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ ശിവനും അവരുടെ ഉദ്യോഗസ്ഥന്മാരും കാറുകളിൽ നിന്നിറങ്ങി. അവരെ കണ്ട് സഞ്ജയ് ദേഷ്യപ്പെട്ടു. എന്താടോ തോമസേ, എന്റെ വണ്ടി തടഞ്ഞിരിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാ. സാർ, ഞങ്ങൾക്ക് ഈ കാർ പരിശോധിക്കണം. ഇതിൽ ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ശിവൻ പറഞ്ഞു. ഞാൻ ഡ്രഗ്സ് കടത്തുന്നെന്നോ? എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വേറെ പണി നോക്ക്. സഞ്ജയ് ദേഷ്യപ്പെട്ടു. സാർ, വെളിയിലിറങ്ങി നിൽക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, ശിവൻ പറഞ്ഞു. സഞ്ജയ് ഡോർ തുറന്നിറങ്ങി ശിവനെ നോക്കി അലറി. പരിശോധിക്കടാ നാറി. ഡ്രഗ്സ് എടുക്കണം, അല്ലെങ്കിൽ നിന്റെ പണി ഞാൻ കളയും. ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. എന്തു ധിക്കാരമായത്! ബ്രൂട്ടസ് അവരോട് തട്ടിക്കയറി. സാറെന്തിനാടോ കള്ളക്കടത്ത് നടത്തുന്നത്? 100 തലമുറയ്ക്കുള്ള സ്വത്തുള്ള ആളാ. പരിശോധിക്ക്. ശിവൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. അവർ പരിശോധന ആരംഭിച്ചു. ഡിക്കിയും സ്റ്റെപ്പിനെയും എല്ലാം നോക്കി. സഞ്ജയ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. കുറുപ്പ് ലൈറ്റ് തെളിയിച്ച് അത് കത്തിച്ചു. സഞ്ജയ് ആദ്യത്തെ പുകയെടുത്തു. അയാളത് പുറത്തേക്ക് ഊതുന്നതിനു മുമ്പ് കാറിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സാർ, സീറ്റിനുള്ളിലെ അറയിൽ ബ്രൗൺ ഷുഗർ. ഒരു ഉദ്യോഗസ്ഥൻ ആ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ വലിച്ച് പുറത്തെടുത്ത് കാണിച്ചു. അത് കണ്ട സഞ്ജയിനും ബ്രൂട്ടസും വീരരാഘവക്കുറുപ്പും നടുങ്ങി വിറച്ചുപോയി. ചതി. അധ്യായം 27. സഞ്ജയിനും ബ്രൂട്ടസും ഒരു നിമിഷം കൊണ്ട് വിയർത്തൊഴുകി. അവരാ വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന ബ്രൗൺ ഷുഗറിലേക്ക് പകച്ചു നോക്കി. ശിവൻ പാക്കറ്റ് അല്പം പൊട്ടിച്ച് പൊടി അല്പം കയ്യിലെടുത്ത് വാസനിച്ചു നോക്കി. പിന്നെ നാവിന്റെ അഗ്രം കൊണ്ട് രുചിച്ചു നോക്കി. അമേരിക്കൻ മാവൊന്നുമല്ല, അസൽ ബ്രൗൺ ഷുഗറാണ്. വിജിലൻസ് സൂപ്രണ്ട് തോമസ് അത് രുചിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നാട് മുടിപ്പിച്ച് സ്വിറ്റ്സർലൻഡിലും സെന്റ് കിറ്റ്സ് ദ്വീപിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത് പോരാഞ്ഞ് അച്ഛനും മോനും
പട്ടാപകൽ കള്ളക്കടത്ത് നടത്തുന്നു. നാർക്കോട്ടിക് പ്രിവെന്റിംഗ് ഓഫീസർ ശിവൻ സഞ്ജയിന്റെ നേരെ തിരിഞ്ഞു. അച്ഛന്റെ എം പി സ്ഥാനം കള്ളക്കടത്തിനൊരു മറയല്ലേടാ റാസ്കൽ. നോ, സഞ്ജയ് നടുക്കത്തോടെ അലറി. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചതിയാ ഇത്. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി ഓഫീസിൽ ചെന്ന് സംസാരിക്കാം. ശിവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബ്രൂട്ടസ് അലറി. സാറേ, കെന്നഡി ചതിച്ചു. നമ്മൾ ചെയ്തതവൻ തിരിച്ചു വെച്ചു. കുറുപ്പേ, രക്ഷപ്പെട്ടോ. ബ്രൂട്ടസ് ഓട്ടത്തിനിടയിലാണ് അവസാനിച്ചത്. പക്ഷേ വീരരാഘവക്കുറുപ്പിന് ഓടാൻ കഴിഞ്ഞില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടികൂടി. കുതറിയോടാൻ ശ്രമിച്ച അയാൾക്ക് തലയ്ക്ക് അടിയേറ്റ് ബോധം കെട്ട് വീണു. സഞ്ജയ് പൂർണ്ണമായും സുഖമാകാത്ത കാലിൽ വലിച്ചു വെച്ച് ഓടി. ഒരു കാർ തടഞ്ഞു നിർത്തി അതിൽ കയറി. വേഗം വിട്, അല്ലെങ്കിൽ ഞാനിതിനെ ഞെരിച്ചു കൊല്ലും. അയാൾ പിൻസീറ്റിലിരുന്ന സ്ത്രീയുടെ മടിയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ വലിച്ചെടുത്തു. സ്ത്രീയുടെ നിലവിളിക്കൊപ്പം കാർ പാഞ്ഞുപോയി. സഞ്ജയ് തിരിഞ്ഞു നോക്കിയപ്പോൾ വിജിലൻസിന്റെ കാർ പിന്നാലെയുണ്ടായിരുന്നു. വേഗം വിടടാ, അയാൾ ഭ്രാന്തനെ പോലെ അലറി. കാറിന്റെ വേഗത കൂടി. കുറെ ദൂരം ഓടിക്കഴിഞ്ഞ് കാർ തങ്ങളുടെ ബംഗ്ലാവിന്റെ അടുത്തെത്തിയപ്പോൾ സഞ്ജയ് കാർ നിർത്തിച്ചു. അവൻ കാറിൽ നിന്നിറങ്ങി ബംഗ്ലാവിലേക്ക് പോയി. 15 മിനിറ്റിനുള്ളിൽ ബ്രൂട്ടസ് വീട്ടിലെത്തി. അയാളെ കണ്ടപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. ഇവിടെ നാർക്കോട്ടിക് പ്രിവെന്റിംഗ് ഓഫീസർമാർ റെയ്ഡ് നടത്തി. ഭാര്യ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടി. എന്തിനി ഇവിടെ എന്തിരുന്നിട്ട്? ബ്രൂട്ടസ് അലറി. എന്നാലും നിങ്ങൾക്കിത് വേണമായിരുന്നോ? ജയപ്രകാശിന്റെ കൂടെ കൂടി നടത്തുന്ന അക്രമങ്ങൾ പോരാഞ്ഞിട്ടാണോ കള്ളക്കടത്ത്? ഭാര്യ ദേഷ്യപ്പെട്ടു. മക്കൾ അയാൾ കുറ്റവാളിയെ എന്ന വണ്ണം നോക്കി. കള്ളക്കടത്തോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബ്രൂട്ടസ് ചോദിച്ചു. അതെ, നിങ്ങളുടെ ബ്രീഫ് കേസിൽ നിന്ന് അവർ ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു. ബ്രൂട്ടസ് ഞെട്ടിപ്പിറച്ചു പോയി. എന്താ ഞെട്ടുന്നത്? കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഓർക്കണമായിരുന്നു എന്തെങ്കിലും പിടുത്തം വീഴുമെന്ന്. ഭാര്യ ദേഷ്യപ്പെട്ടു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ആ ജയപ്രകാശിന്റെയും മക്കളുടെയും കൂട്ടുവേണ്ടെന്ന്. അപ്പോഴൊക്കെ അവരായിരുന്നു ദൈവം. ഞാനും പിള്ളേരും കാല് പിടിച്ചതുകൊണ്ടാ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരുന്നത്. ബ്രൂട്ടസിന്റെ കണ്ണുകളിൽ അത് കേട്ടപ്പോൾ ഇരുട്ട് കയറി. പെട്ടെന്ന് ഒരു കാർ റോഡിലൂടെ പാഞ്ഞു വന്ന് ഗേറ്റിന് മുന്നിലെത്തി. ഡാഡി, അവരാ! മകൾ നിലവിളിച്ചു. ബ്രൂട്ടസ് ജീവനും കൊണ്ട് ഓടി. പിടികൊടുത്താൽ അവർ ഇടിച്ചു തന്റെ എല്ലടിക്കുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ബ്രൂട്ടസ് രഹസ്യമായി ജയപ്രകാശിന്റെ ബംഗ്ലാവിലെത്തി. തനിക്ക് അവിടെ മാത്രമാണ് ഇനി അഭയമെന്ന് അയാൾക്കുറപ്പായിരുന്നു. പിടിക്കപ്പെട്ടാൽ ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കേണ്ടതായി വരും. ജയപ്രകാശിന്റെ വീട്ടിൽ അപ്പോഴും 2 കോൺസ്റ്റബിൾമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ബ്രൂട്ടസ് അകത്ത് കടന്നത്. അഥവാ അവർ കണ്ടാൽ പോലും തന്നെ ഒറ്റുകൊടുക്കാത്ത വിധത്തിൽ ബ്രൂട്ടസിന് അവരുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നു. ജയപ്രകാശും സഞ്ജയും ചൂടുപിടിച്ച ചർച്ചയിലിരിക്കുമ്പോഴാണ് ബ്രൂട്ടസ് അവിടെ ചെന്നത്. എടോ, എങ്ങനെയാടോ എന്റെ കാറിനുള്ളിൽ ബ്രൗൺ ഷുഗർ വന്നത്? ജയപ്രകാശ് ചോദിച്ചു. പൊന്നു സാറേ, എനിക്കറിയില്ല. ഇത് ചതിയാ. ബ്രൂട്ടസ് കരച്ചിലിന്റെ വക്കിലെത്തി. ആര് ചതിച്ചു? എനിക്കറിയില്ല. സഞ്ജയ് സാറിനെ അറിയാവുന്നതേ എനിക്കറിയാവുള്ളൂ. നമ്മളല്ലാതെ മറ്റാരും ആ കാറിൽ കയറിയിട്ടില്ല. ഇന്നലെ രാത്രി കാർ ഷെഡിലായിരുന്നു. അപ്പോഴാരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതായിരിക്കും, സഞ്ജയ് പറഞ്ഞു. അയാൾ വേദനിക്കുന്ന കാൽ തിരുമ്മിക്കൊണ്ടിരുന്നു. ഞാൻ ഓടി ആ കാറിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അകത്ത് കിടക്കുമായിരുന്നു. ഈശ്വര, എന്തൊരവസ്ഥയായിരുന്നു! യമുന കൊണ്ടുവന്ന തണുത്ത വെള്ളം അരക്കുപ്പിയോളം അയാൾ മടമട കുടിച്ചിറക്കി. നമ്മളാരും അറിയാതെ ആർക്കെങ്കിലും ഈ വീട്ടിൽ കയറി കാറിനകത്ത് മയക്കുമരുന്ന് ഒളിപ്പിക്കാൻ കഴിയുമോ? യമുന ചോദിച്ചു. ജയപ്രകാശ് അവളെ നോക്കി. ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ പുറത്തുപോയ വഴിക്ക് എവിടെയെങ്കിലും കാർ നിർത്തിയിട്ടുണ്ടാവണം, യമുന പറഞ്ഞു. സഞ്ജയ് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു. ശരിയാ, ഹോട്ടൽ ഹൊറൈസണിൽ ഞാൻ പോയപ്പോൾ കാറിൽ ആരുമില്ലായിരുന്നു. അല്ലേടോ? അയാൾ ബ്രൂട്ടസിനെ നോക്കി. അയാൾ ആലോചിച്ചു. ശരിയാ, നിങ്ങൾ ഹോട്ടലിൽ എന്തെടുക്കുകയായിരുന്നു? ജയപ്രകാശ് ചോദിച്ചു. ബ്രൂട്ടസ് ഒന്നും പറയാതെ തലകുനിച്ചു. ബാറിൽ പോയി കുടിച്ചു കൂത്താടി, അല്ലേടാ നായ്ക്കളെ! ജയപ്രകാശ് പല്ലി ഞെരിച്ചു. എന്റെ അന്തസ് കളയാൻ കൂടിയിരിക്കുന്ന എരപ്പാടുകൾ! നിങ്ങൾ അവിടെ ആ കെന്നഡിയെ കണ്ടിരുന്നോ? ഇല്ല ഡാഡി, സഞ്ജയ് പറഞ്ഞു. സാറേ, എന്റെ വീട്ടിൽ നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു. എനിക്കിപ്പോൾ നീറ്റിലും നിലയിലും നിൽക്കാൻ പറ്റണില്ല. ബ്രൂട്ടസ് കൈലേസ് കൊണ്ട് മുഖം തുടച്ചു. അയാളുടെ ശബ്ദമാകെ പതറിയിരുന്നു. ബ്രൂട്ടസിന് മയക്കുമരുന്നിന്റെ ഇടപാടുണ്ടായിരുന്നോ? യമുന ചോദിച്ചു. ഇല്ല കുഞ്ഞെ, ആരോ ചതിച്ചതാണ്. ബ്രൂട്ടസിനോട് ഇത്ര വൈരാഗ്യമുള്ളത് ആർക്കാണ്? ബ്രൂട്ടസ് ജയപ്രകാശിനെയും സഞ്ജയിനെയും നോക്കി. ശത്രുക്കളുണ്ട് കുഞ്ഞെ, എനിക്കിപ്പോൾ ശനിദശയാണ്.
കണ്ടകൻ, എല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ലേ ബ്രൂട്ടസേ, ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം കിട്ടാതിരിക്കുമോ? യമുന ചോദിച്ചു. ബ്രൂട്ടസിന് മിണ്ടാൻ കഴിഞ്ഞില്ല. ജയപ്രകാശ് യമുനയോട് പറഞ്ഞു, മോള് അകത്തേക്ക് ചെല്ല്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. യമുന പോയി. സാറേ, ആ കെന്നഡിയാ ഈ ചതിയുടെ പിന്നിൽ, ബ്രൂട്ടസ് പറഞ്ഞു. അയാൾ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് കൊടുത്തതുപോലെ തന്നെ തിരിച്ചടിക്കുമെന്ന്. അയാൾ ക്ലീനായിട്ട് രക്ഷപ്പെട്ടു, നമ്മൾക്ക് അടി കിട്ടുകയും ചെയ്തു. എനിക്ക് സംശയം ഇവളാണോ അത് നമ്മുടെ കാറിൽ വെച്ചതെന്ന് ജയപ്രകാശ് പറഞ്ഞു. അവളും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആര്, യമുനയെടുത്തിയോ? സഞ്ജയ് ചോദിച്ചു. അതെ, അതിന് സാധ്യതയില്ല സാറേ, ബ്രൂട്ടസ് പറഞ്ഞു. കെന്നഡിയും യമുനയും തമ്മിൽ ഇന്നലെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരായിരിക്കുമോ? ഇല്ല സാറേ, അവര് നമ്മുടെ ആളുകളാ, ചതിക്കില്ല. നിന്റെ സ്വഭാവക്കാരല്ലേടോ, എങ്ങനെ വിശ്വസിക്കും? സാറേ, ഇനി അതുമിതും പറയാൻ നേരമില്ല. വീരരാഘവക്കുറുപ്പിൽ നിന്ന് വിജിലൻസ് സകലതും മനസ്സിലാക്കിയിട്ടുണ്ടിപ്പോൾ. അയാൾ കെന്നഡിയുടെ വീട്ടിൽ മയക്കുമരുന്ന് വെച്ചതുൾപ്പെടെ. ജയപ്രകാശിന്റെ നോട്ടം ബ്രൂട്ടസിൽ പതിഞ്ഞു. ഡാഡി, കാർ അവർ കൊണ്ടുപോയി. ഇനിയവർ എന്നെ തേടി ഇവിടെ വരാതിരിക്കില്ല. സഞ്ജയ് എഴുന്നേറ്റു. ഞാൻ പാർലമെന്റ് മെമ്പറാടാ. ഒരു എംപിയുടെ വീട്ടിൽ പെട്ടെന്നൊന്നും വന്ന് ഒരുത്തനും പരിശോധിക്കില്ല, ജയപ്രകാശ് പറഞ്ഞു. ഗേറ്റിൽ ശബ്ദം കേട്ട് അവർ ജനലിലൂടെ നോക്കി. വിജിലൻസിന്റെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും 1 ഡസൻ വാഹനങ്ങൾ. ഡാഡി, അതവരാ. എം പി അല്ല, മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വരെ റെയ്ഡ് ചെയ്യാൻ അവർ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടാവും ഡാഡി. സഞ്ജയ് രക്ഷപ്പെടാനായി വീടിന്റെ പിന്നിലേക്ക് ഓടി. സഞ്ജയ് കുഞ്ഞെ, എന്നെയും കൊണ്ടുപോ, ചിലപ്പോൾ കെന്നഡി ഇവിടെയും സാധനം ഒളിപ്പിച്ചിട്ടുണ്ടാകും. ബ്രൂട്ടസ് പിന്നാലെ എത്തി. ഔട്ട് ഹൗസിന് പിന്നിലെ ഗേറ്റ് വഴി ഒരു പഴയ കാറിൽ അവർ പുറപ്പെട്ടു പോകുന്നത് മുകളിലത്തെ നിലയിൽ നിന്ന് യമുന കണ്ടു. ബ്രൂട്ടസ് വിളിച്ചു പറഞ്ഞത് ജയപ്രകാശിനെ നടക്കിക്കളഞ്ഞു. ഈ വീട്ടിൽ ബ്രൗൺ ഷുഗർ ഉണ്ടോ? ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വിസിറ്റിംഗ് റൂമിലെത്തിക്കഴിഞ്ഞു. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് സാർ, നാർക്കോട്ടിക് പ്രിവെന്റിംഗ് ഓഫീസർ ശിവൻ പറഞ്ഞു. ഡ്രഗ്സ് കടത്തിയതിന് സാറിന്റെ കാർ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പക്ഷേ ആ കാർ എന്റെ മകൻ ഉപയോഗിക്കുന്നതാണ്. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല, ജയപ്രകാശ് ഗൗരവം വിടാതെ പറഞ്ഞു. സഞ്ജയിനെ വിളിക്കൂ സാർ. അയാൾ 10 മിനിറ്റ് മുമ്പ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് ആരാണീ കള്ളം പറഞ്ഞത്? സഞ്ജയൻ ഇവിടെ ഇല്ല സാർ, ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്യുകയാണ്, വിജിലൻസ് സൂപ്രണ്ട് തോമസ് പറഞ്ഞു. നോ, എന്റെ വീട് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്കെന്താണ് അധികാരം? ഞാൻ ആരാണെന്നറിയാമോ? ജയപ്രകാശ് ക്ഷോഭിച്ചു. സാർ, ഇതാ സെർച്ച് വാറണ്ട്. തോമസ് കോർട്ട് ഓർഡർ കാണിച്ചപ്പോൾ ജയപ്രകാശ് പരിങ്ങിപ്പോയി. ഞങ്ങളുടെ പരിശോധന കഴിയുന്നതുവരെ സാർ ആ കസേരയിൽ ഇരിക്കണം. ഫോൺ അറ്റൻഡ് ചെയ്യാനോ ആരെങ്കിലും വിളിക്കാനോ പാടില്ല. എല്ലാ അലമാരികളുടെയും താക്കോൽ ഞങ്ങൾക്ക് വേണം. അപ്പോഴേക്കും യമുന മുത്തിനെയും കൊണ്ട് അവിടേക്ക് വന്നു. മേഡം, അവിടെ ഇരിക്കൂ, ശിവൻ നിർദ്ദേശിച്ചു. യമുന അന്താളിപ്പോടെ അവരെ നോക്കി. അങ്കിൾ, എന്താ ഇതൊക്കെ? ജയപ്രകാശിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. മുത്ത് ഭയപ്പാടോടെ അവരെ നോക്കി. സെർച്ച്, സൂപ്രണ്ട് ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥന്മാർ എംപിയുടെ കൂറ്റൻ ബംഗ്ലാവിന്റെ മുറികളിലേക്ക് കയറി. സോഫയിലിരുന്ന് ജയപ്രകാശ് വിയർത്തൊഴുകി. കെന്നഡിയുടെ പ്രതിമയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നത് പോലെ ബാക്കിയുള്ള ബ്രൗൺ ഷുഗർ ഇവിടെ നിന്ന് കണ്ടെടുത്താൽ അയാൾക്ക് പാരവശ്യമുണ്ടായി. എനിക്കല്പം വെള്ളം കുടിക്കണം. പെട്ടെന്ന് ഗേറ്റ് കടന്നു വരുന്ന വാഹനങ്ങളുടെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞ് ജാലകത്തിലൂടെ നോക്കി. പ്രസ് ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടേഴ്സും. കൂടെ ഗീതയെയും നാസറയെയും കണ്ടപ്പോൾ ജയപ്രകാശിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. തുടരും.